നിങ്ങൾ മൊത്തം ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 67-ാം വാക്യം. സെന്റ് ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 67. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 67-ാം വാക്യം. ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഡു യു ഓൾസോ വിഷ് ടു ഗോ എവേ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വിശുദ്ധ ഏവൻഗേലിയോന്റെ പല ഭാഗങ്ങളിലായി നാം കേട്ടിട്ടുള്ളതും പരിചയമുള്ളതുമാണ്. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗം സുപരിചിതമായ ഒരു വേദഭാഗമാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തിലധികം വരുന്ന പുരുഷാരത്തെ പോഷിപ്പിക്കുന്ന അനുഭവം വിവരിച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് യഹൂദന്മാരും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ കാര്യങ്ങളാണ് വിവരിക്കുന്നത്. അതിൻ്റെ ക്ലൈമാക്സിൽ സംഭാഷണത്തിന് വന്നവരും സംഭാഷിച്ചവരും അന്വേഷിച്ച് വന്നവരും ഒക്കെ പോയതിനു ശേഷം പെട്ടുപോയ 12 പേരുണ്ട്. ആ പെട്ടുപോയ 12 പേർ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? ഒരു 8-8:30 ആവുമ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ നൽകുന്ന മറുപടി അച്ഛനൊന്ന് നിർത്തിയാൽ ഞങ്ങൾക്ക് പോകാം എന്നുള്ളതാണ്. തൻ്റെ ഒപ്പമായിരിക്കാൻ പേര് ചൊല്ലി വിളിച്ച 12 പേരോടാണ് ചോദിക്കുന്നത്. താൻ സ്നേഹിക്കുന്ന തൻ്റെ ജീവിതത്തിന്റെ ദൗത്യം ഏറ്റെടുക്കാൻ വിളിച്ച 12 പേരോടാണ് ചോദിക്കുന്നത്. എല്ലാവരും പോയി. ഇനി നിങ്ങളായിട്ട് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടെങ്കിൽ പോകാം. എൻ്റെ ഇടവപ്പള്ളി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന പള്ളിയുടെ പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ. എന്നെ അതിശയിപ്പിച്ച അനുഭവം എന്ന് പറയുന്നു, സാധാരണ നമുക്കെല്ലാം അറിയാവുന്ന 3 ദിവസം കൺവെൻഷൻ ഉണ്ടായിരുന്നു. 8-8:15 ആകുമ്പോഴത്തേക്കും ചവിട്ടിപ്പിടിച്ച് നമ്മൾ അത് അവസാനിപ്പിക്കണമല്ലോ. പക്ഷേ റാസ വന്നു കയറി, ബാൻഡ് സെറ്റ്, ചെണ്ട കൊട്ടൽ, ഇതിൻ്റെ ആരവം 10-10:15 ആർക്കും വിട്ടുപോകണ്ട, ഒരു വിഷയമില്ല, നമ്മളിങ്ങനെ തിമിർക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, അടുത്ത പ്രാവശ്യം മുതൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ചെണ്ടമേളവും ബാൻഡ് സെറ്റും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ആളുകൾ ഒരു മടിയില്ല, ഒരു പ്രശ്നവുമില്ല. ദൈവം തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന ഓരോ ആളോടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഡു യു ഓൾസോ വിഷ് ടു ഗോ എവേ? നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ട്. 6-ാം അധ്യായം 71 വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ്. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ എന്തുകൊണ്ടാണ് ഒരു ഗുരു ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്കും പോകുവാനായിട്ട് മനസ്സുണ്ടോ? തടയുകയില്ല ഈ ശിഷ്യന്മാരെ തടയുകയില്ല ഈ ഗുരു. പോകേണ്ടവർക്ക് പോകാം എന്നുള്ളതാണ് അതിന്റെ സ്വാതന്ത്ര്യം. സമയത്തിന്റെ ദൈർഘ്യം നമുക്ക് അറിയാമല്ലോ. ഇത് 6-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് ഗുരു ഇങ്ങനെ ചോദിക്കാനുള്ള കാര്യം? 6-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, ഇവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ കണ്ട് വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു. വാട്ട് സൈൻ ആർ യു ഗോയിങ് ടു ഗീവ് us and what work are you performing? 6-ാം അധ്യായം അത്ഭുതങ്ങളുടെ കഥയാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം യേശുവിനെ രാജാവാക്കാൻ ആഗ്രഹിച്ചു. ആരാ? യഹൂദന്മാർ.
യഹൂദന്മാർ യേശുവിനെ രാജാവാക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ യേശു അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ പോകുന്ന ഒരാളെ പിന്തുടർന്ന് അവന്റെ അരികിലേക്കെത്തി അവനോട് ചോദിക്കുന്നു ചില സംശയങ്ങൾ. ആ സംശയങ്ങളിൽ അവർ ചോദിക്കുമ്പോൾ അവരോട് ക്രിസ്തു നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾ ഇന്നത് ചെയ്യണം എന്നൊരാൾ പറഞ്ഞു കഴിയുമ്പോൾ തിരിച്ചൊരു ചോദ്യമാണ്, നീ എന്ത് പ്രവൃത്തിയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ ജനമേ, ഇവിടെ പിതാക്കന്മാർ നമ്മളോട് സൂചിപ്പിച്ചു, ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന, ദൈവാനുഭവം ഉണ്ടാകുന്ന, ദൈവത്തെ കാംക്ഷിക്കുന്ന, തീക്ഷ്ണതയുള്ള, എരിവുള്ള ഒരു ജീവിതാനുഭവം നമുക്കുണ്ടാകണം. 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവരാണ് ആദ്യം. അവർക്ക് നൽകുന്ന മറുപടി ദൈവത്തിന്റെ പ്രസാദമുള്ള പ്രവൃത്തി എന്നാണ്. അത് കേട്ട് കഴിയുമ്പോൾ അവർ പ്ലേറ്റ് മാറ്റിയിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, വാട്ട് സൈൻ ആർ യു ഗോയിങ് ടു ഗീവ് us? നിന്റെ പെർഫോമൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. പെർഫോമിംഗ് ആർട്സ് ആണ് ഇപ്പോൾ എല്ലാം. അതുകൊണ്ട് പള്ളിയിലൊക്കെ പോകുമ്പോൾ വലിയ പ്രശ്നമാണ്. സ്ഥലമാറ്റം കിട്ടുന്ന ആദ്യത്തെ ആഴ്ചയൊക്കെ വലിയ പ്രശ്നമാണ്. എന്നാൽ ഈ ഹുത്തോമോ പാടുന്നിടം വരെ ആൾക്കാർ നോക്കിയിരിക്കും, അച്ഛൻ്റെ കുർബാന എങ്ങനെയുണ്ടെന്ന് അറിയാൻ വലിയ പാടാണ്. നമ്മൾ പെർഫോം ചെയ്യുന്ന ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. ദൈവത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമുക്കെന്തുകൊണ്ടാണ് സാധ്യമാകാതെ വരുന്നത് എന്ന് യഹൂദന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ ആധാരം, വിശ്വാസത്തിന്റെ ദർശനങ്ങൾ വികലമായി പോകുന്ന ഒരു കൂട്ടം ആളുകൾ. 5 അപ്പവും 2 മീനും 12 കൊട്ട മിച്ചം വെക്കുന്നത് കണ്ടു. ഈ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നാണ് നമുക്ക് ഈ മിച്ചം വെക്കുന്ന അനുഭവം മനസ്സിലാകും. ഈ പഴയ നിയമം വ്യക്തമായിട്ട് പഠിച്ചാൽ യഹൂദന്മാരുടെ ജീവിതശൈലിയാണ് ഏറെക്കുറെ നമ്മൾ പിന്തുടരുന്നത്. എത്ര നേർച്ച കിട്ടിയാലും എത്ര പെരുന്നാൾ നടത്തിയാലും മിച്ചം നമ്മളിങ്ങനെ ഓഫീസ് റൂമിൽ വെക്കുന്നതാണല്ലോ നമ്മുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയും. പൊലിക്കുക എന്ന് നമ്മൾ അതിന് പറയും. നമ്മൾ പിടിച്ചു വെക്കുന്നതല്ല, പൊലിക്കുക എന്ന് നമ്മൾ അതിന് മലയാള ഭാഷയൊക്കെ കൊടുക്കും. ഇവിടെ 12 കൊട്ട മിച്ചം വെച്ച അത്ഭുതം കണ്ണുകൊണ്ട് കണ്ട ആളുകൾ വള്ളം പിടിച്ച് അക്കരെ ചെന്ന് അവിടെ കണ്ടില്ലാത്തവനെ അടുത്ത പ്രദേശത്ത് കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് രാജാവാക്കാൻ നിശ്ചയിക്കുകയാണ്. They know very well that he is going to be our king. അവൻ ഞങ്ങളുടെ രാജാവാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവനാണെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചു. പക്ഷെ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് പറഞ്ഞു, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യും. അപ്പൊ അവർ പ്ലേറ്റ് മാറ്റി. അച്ഛന്റെ കയ്യിൽ എന്തുണ്ട് ഞങ്ങൾ വിശ്വസിക്കാൻ തക്കവണ്ണം. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, what sign are you going to give us? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നു, യഹൂദന്മാർ അടയാളവും യവനന്മാർ ജ്ഞാനവും അന്വേഷിക്കും. അപ്പൊ ദൈവത്തെ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ തരുന്നതും ദൈവം എന്തൊക്കെയോ നമുക്ക് നൽകുന്നതും ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ കിട്ടുന്നതുമാണ് ദൈവത്തിൽ വിശ്വസിക്കാനുള്ളതിന്റെ ആധാരം എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ ആധാരം അടയാളങ്ങളായി മാറുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ അരികിലേക്ക് ചേർന്ന് നിൽക്കുമ്പോ നമുക്കൊരു സന്ദേഹമുണ്ടാകാം, ഞാൻ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കണോ? ഈ പരിശുദ്ധ സഭയുടെ അംഗമായി നാം ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോ, നോമ്പിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് അങ്ങനെ ഒരു സന്ദേഹമുണ്ടാകും. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ
ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. ഇത് കേൾക്കുന്ന മാത്രയിൽ ഒരു ചോദ്യം ഉണ്ടാകും. ഉടനെ ശീമോൻ പത്രോസ് അവനോട് എന്തോ പറഞ്ഞു? ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്തു കിട്ടും? ഈ വാചകം, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എടുത്ത് തത്തിക്കളിക്കുന്ന ഒരു പരിപാടി നമുക്കെല്ലാവർക്കും. യേശുവിനോടൊപ്പം പടകും വലയും വീടും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച ആളുകൾ ഏതോ ഒരു വാക്യം കേൾക്കുമ്പോ, മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമെന്ന് കേൾക്കുമ്പോ ഉടനെ ചോദിക്കുകയാണ്, ഓൺ ദ നെക്സ്റ്റ് മൊമെന്റ് അവന്റെ വായിൽ നിന്ന് ചോദ്യം വരികയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇതൊരു ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഉപേക്ഷിച്ച, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച, ദൈവസന്നിധിയിലേക്ക് പോകുമ്പോ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്തും, അതാണ് എന്റെ വിളി എന്ന തിരിച്ചറിവിൽ മുൻപോട്ട് പോകുമ്പോഴും, അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രൈസ്റ്റ് അല്ലെങ്കിൽ അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ് നാം ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ക്രിസ്തു അവർക്ക് നൽകിയ മറുപടി നിന്റെതാണ്. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ നിമിത്തം വീടോ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ വസ്തുക്കളോ മറ്റൊരു ഭാഷാന്തരത്തിൽ ഭാര്യയോ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം നഷ്ടപ്പെടുന്നവന് പിന്നെന്താ കിട്ടും? വരാനിരിക്കുന്ന രാജ്യത്തിൽ നിക്ഷേപങ്ങളെ കിട്ടും. ആൻഡ് ഇൻഹെറിറ്റ് എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവനെ കിട്ടും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പത്രോസ്ലീഹായി ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഈ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് യഹൂദന്മാർ അവനോട് ചോദിക്കുന്നു, പരീശന്മാർ അവനോട് ചോദിക്കുന്നു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തൊരു ആഗ്രഹമാണെന്ന് പറയും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38-ാം വാക്യത്തിലാണ്, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെയാണ് തിരുമേനി സൂചിപ്പിച്ച ഒരു വാചകം യേശുക്രിസ്തു അവരോട് പറയുന്നത്. ആരാണ് അടയാളം അന്വേഷിക്കുന്നത്? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കും. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണ് അടയാളം അന്വേഷിക്കുന്നത്. ഇച്ചിരിയുടെ വ്യക്തമായി അതിന് താഴെ പറയുന്നു, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം നിങ്ങൾക്ക് നൽകുവാനായിട്ടില്ല. 3 നോമ്പിന്റെ അനുഭവത്തിലൂടെയാണ് പോകുന്നത്. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം നിങ്ങൾക്ക് നൽകുവാനായിട്ടില്ല. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 30-ാം വാക്യത്തിലാണ് ഇത് തെളിച്ചു പറയുന്നത്. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് ഒരു അടയാളമാകും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്ത് അടയാളമാണ് പ്രതീക്ഷിക്കുന്നത്? ക്രൈസ്റ്റ് ഈസ് ദ സൈൻ എന്ന് തിരിച്ചറിയണം. എന്റെ വീടിന്റെ വലിപ്പമോ, എന്റെ കാറിന്റെ വലിപ്പമോ, എന്റെ ജോലിയുടെ വലിപ്പമോ, എന്റെ മക്കൾ സമ്പാദ്യമോ അല്ലെങ്കിൽ എന്റെ പുത്രസമ്പത്തോ, ദൈവം എനിക്ക് തരുന്ന ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളോ അല്ല ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള അടയാളം. അതുകൊണ്ടാണ് ബേത്ലഹേമിൽ ഒരു ശിശു ജനിക്കും എന്ന് പറയുമ്പോൾ രാത്രിയിൽ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് മാലാഖ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവിടെ പറയുകയാണ്, ഇതാണ് നിങ്ങൾക്കുള്ള അടയാളം, ഇതാണ് നിങ്ങൾക്കുള്ള അടയാളം, ദിസ് ഈസ് എ സൈൻ ഫോർ യു എന്ന് പറയുകയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവസന്നിധിയിൽ എന്താണ് അടയാളം ആയി നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ? നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ പൊതിഞ്ഞ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? രാത്രിയിൽ
ആടിനെ മേയിച്ച് സ്വസ്ഥമായിട്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് അടയാളമെന്ന് പറയുന്നത് ഒരു ശിശുവാണ്. ആ ശിശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശു. This will be a sign for you, a baby wrapped in clothes lying in a manger. Wrapped in clothes. നമുക്കറിയാം, ആശുപത്രിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കയ്യിലേക്ക് കൊണ്ടുവരുമ്പോ തുണികൾ കൊണ്ട് മൊത്തം മുടി, മുഖം മാത്രം കാണാവുന്ന രീതി, ഒരു മമ്മി ടൈപ്പ്. രാത്രിയിൽ ഈ ശിശുവിനെ കാണാൻ പോകുന്ന ആട്ടിടയന്മാരുടെ അനുഭവം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഒരുപക്ഷെ നോക്കിയാൽ പുഞ്ചിരിക്കാൻ പോലും പ്രായമില്ലാത്ത ഒരു കുഞ്ഞിന്റെ അരിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറയുകയാണ്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം അതാണ് കിടക്കുന്നത്. ഞാനും നിങ്ങളുമാണെങ്കിൽ വിശ്വസിക്കുമോ? സൈൻ, അടയാളം, വിശ്വസിക്കുവാനായിട്ടുള്ള അടയാളം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്നത് മാറിപ്പോയി. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. നമുക്കത് വേണ്ട, നമുക്കത് വേണ്ട. യോഹന്നാൻ അത്ഭുതമല്ല ചെയ്തത്, ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടെന്ന് പറയുമ്പോ അത് വിശ്വസിക്കാത്തവരോടാണ് പറയുന്നത്, നിങ്ങൾ സർപ്പസന്തതികളാണ്, നിങ്ങൾ മനം മാറ്റം ഉണ്ടായി തിരിച്ചു വരണം, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടിൽ വിശ്വസിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോ എന്റെ ജീവിതത്തിന്റെ രാജാവും രക്ഷിതാവും ആക്കി തീർക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് അവന്റെ അരികിലേക്ക് വരുമ്പോ അവൻ ഞാൻ പ്രതീക്ഷിക്കുന്ന തരത്തിൽ അടയാളങ്ങൾ ചെയ്യുന്നില്ല എന്ന് കാണുമ്പോ, നിസാരക്കാരല്ല, 5 അപ്പവും 2 മീനിന്റെയും 5000-ന്റെയും പോഷിപ്പിച്ചതിന്റെയും 12 കൊട്ട മിച്ചം വെച്ചതിന്റെയും കണക്ക് കഴിഞ്ഞ രാജാവാക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച് അവൻ ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് അവനോട് സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്നു, പ്രത്യേകിച്ച് ഒരു ഗുണവും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഞങ്ങളെ വിശ്വാസത്തിന്റെ ആധാരം എന്താണ് എന്ന് തിരിച്ചറിയും. അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ചു പോകുന്ന തലമുറയ്ക്ക് യോന എങ്ങനെയാണോ ഒരടയാളമായി, അതുപോലെ ക്രിസ്തു ഒരടയാളമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്നെങ്കിലും യേശു ക്രിസ്തു എനിക്കൊരു അടയാളമായി തീർന്നിട്ടുണ്ടോ? യേശു ക്രിസ്തു എനിക്കൊരു അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. ജന്മപ്പെരുന്നാളിന്റെ പ്രഭാതത്തിലെ സെദറ നമ്മൾക്ക് കേൾക്കാൻ സാധ്യത കൂടുതൽ ഉള്ള ഒരെണ്ണമാണ്. ഏതാണ്ട് 2 മണിക്കൊക്കെ തുടങ്ങുവാണെങ്കിൽ 4-4:30 ആകുമ്പം കേൾക്കുന്ന ഒരെണ്ണമാണ്. അതിൽ മുഴുവൻ പറയുന്ന വാചകം ഒരത്ഭുതമാകുന്നു, അത്ഭുതമാകുന്നു എന്നാണ്. സ്ഫടിക സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നീ ഒരു അത്ഭുതമാകുന്നു. ഇങ്ങനെ അത്ഭുതമാകുന്നു. ഈ ചാനൽ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഉറക്കത്തിലാണെങ്കിലും കേൾക്കാൻ സാധ്യത. നീ ഒരു അത്ഭുതമാകുന്നു, നീ ഒരു അത്ഭുതമാകുന്നു, നീ ഒരു അത്ഭുതമാകുന്നു, നീ ഒരു അത്ഭുതമാകുന്നു. ആരെ പറ്റിയാ പറയുന്നു? യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. ദൈവത്തിന്റെ ജനമേ, ജീവിതത്തിൽ യേശു ക്രിസ്തുവാണ് വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനമെന്ന, അടയാളമെന്ന, അത്ഭുതമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആർക്കും യേശുവിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർ ഈ ചോദ്യം കേൾക്കും, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ട്. 6-ാം അധ്യായം 36-ാം വാക്യത്തിലേക്ക് വരുമ്പോ രണ്ടാമത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, യഹൂദന്മാർക്ക് സംഭവിച്ചതുപോലെ ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്ന് നമുക്ക് മനസ്സിലാക്കും. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 6-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവിടെ ക്രിസ്തുവിനെ പറ്റിയുള്ള ദർശനം വികലമായി പോയി. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഇവൻ യോസഫിന്റെ മകനായ യേശുവല്ലയോ? Is this not Jesus whom we know? നമുക്കറിയാവുന്ന
യോസഫിന്റെ മകനായ യേശുവല്ലേ ഇവൻ എന്ന് പറയുകയാണ്. അതിന് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. യഹൂദന്മാരുടെ സങ്കല്പത്തിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു രാജാവ്. ഫെലിക്സ് യോഹന്നാൻ എന്നൊക്കെ പേര് കേൾക്കുമ്പം ഒരു സങ്കല്പം ഉണ്ടല്ലോ. അശ്വാരൂഢനായി രാജാതി രാജാവായി തേരും തേരാളികളുമായി അനേകം ഭടന്മാരുടെ അകമ്പടിയോടുകൂടി ഞങ്ങൾക്കൊരു രാജ്യം തരുവാനായി വരുന്ന ഒരു മശിഹായെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ തക്കവണ്ണം കഴിവുള്ള ഒരുവൻ. ദാവീദിന്റെ സിംഹാസനം എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള സിംഹാസനം ഒന്നുമല്ല. അതൊരു ഒന്നൊന്നര സിംഹാസനമാണ് നമുക്ക് പറയേണ്ടി വരും. അവരുടെ വിശ്വാസം അതാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ദാവീദാണ്. ശലോമോൻ പോലും അവർക്ക് മുമ്പിൽ ഒരു രാജാവല്ല. ദാവീദ് വളരെ പൊക്കം കുറഞ്ഞവനാണ്, പക്ഷെ ദാവീദ് ഒരു രാജത്വത്തിന്റെ പ്രതീകമാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്. ജീവിതത്തിൽ ഇത്രമാത്രം യേശുവിനെ തൊടുവാൻ, അടുത്ത് നിൽക്കുവാൻ, അവനെ ഒന്ന് സ്പർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ വേറെ ഇല്ല. പക്ഷെ അവർ പറയുകയാണ്, ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്കെല്ലാം അറിയാം, അപ്പനെ അറിയാം, അമ്മയെ അറിയാം, വീട്ടുകാരെ അറിയാം, എല്ലാം അറിയാം. ഞങ്ങൾ പ്രതീക്ഷിച്ച ക്രിസ്തു ഇതല്ല. വിശ്വാസത്തിന്റെ ആധാരം അടയാളങ്ങളല്ല, ക്രിസ്തുവാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്രിസ്തു ഇതല്ല. ക്രിസ്തുവിനെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം മാറിപ്പോയി. പിതാക്കന്മാർ ഓർമ്മിപ്പിച്ചു, ഒരു കാലഘട്ടത്തിൽ സുവിശേഷ പ്രസംഗത്തിന്റെ രീതിയും താളവും മാറി. രോഗശാന്തിയുടെ, പ്രോസ്പെരിറ്റിയുടെ, ഇപ്പോൾ തുള്ളലിന്റെ അനേകം മടങ്ങ് ആരാധന നടത്തുന്ന, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു തലത്തിലേക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസവും സങ്കല്പവും മാറി. കുഞ്ഞുനാളിൽ അപ്പച്ചനും അമ്മച്ചിയും മടിയിലിരുത്തി കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ ആ സുന്ദരമായ പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ളവരാണ്. 2 വരിയുള്ളൂ. ആ വരിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശു അപ്പച്ച രക്ഷിക്കണേ, യേശു അപ്പച്ച രക്ഷിക്കണം. പ്രാർത്ഥന വളരെ ആഴമേറിയ, എല്ലാ വേദശാസ്ത്രവും അടങ്ങിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഒരാളുടെ പേരൊന്നും പറയാൻ ഇല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, മോനെ അപ്പായിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ കുഞ്ഞ് പറയും, ആ യേശു അപ്പച്ച അപ്പായെ കാത്തു. അപ്പൊ ഇപ്പുറത്ത് നമ്മൾ പറയും, അമ്മയുടെ പേര് പറ, ഉടനെ യേശു അപ്പച്ച അമ്മയെ കാത്തു. ഇങ്ങനെ നീണ്ടു പോകുമ്പോ പിന്നെ കൂട്ടുകാരായി, ആദ്യകാലത്തൊക്കെ കേട്ടോ, 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെയൊക്കെ ഉള്ളു, സ്കൂളിലെ അധ്യാപകര്, കൂട്ടുകാര്, അവരുടെ പേരൊക്കെ എടുത്തു വെച്ച് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈ വീട്ടില് വിരുന്നുകാർ വരുമ്പോഴാണ്, വീട്ടില് അമ്മാവന്മാരുടെയോ അമ്മാച്ചന്മാരുടെയോ മാവന്മാരുടെയോ അങ്കിൾമാരുടെയോ ആന്റിമാരുടെയോ ഒക്കെ കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്കൊരാശങ്കയാണ്, അവന്റെ പേരൂടെ പറയണം. അവൻ താമസിക്കുന്ന ദിവസം വരെയുള്ളൂ, പോയി കഴിയുമ്പോൾ പിന്നെ പേര് നമ്മൾ വിട്ടു. ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഒരു ക്രിസ്തു സങ്കല്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ക്രിസ്തു സങ്കല്പത്തിൽ നമ്മളെ രക്ഷിക്കുന്ന ഒരു ക്രിസ്തുവാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പോകുമ്പോഴാണ് നമ്മൾ രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോ, ഈ കൊട്ടാരക്കരയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നു, 50 കിലോമീറ്റർ അപ്പുറത്ത് ചെങ്ങന്നൂർ എന്ന് പറയുന്ന നാട്ടിൽ നടക്കുന്ന കാര്യം. രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോ പ്രാർത്ഥിച്ചിട്ട് പോടാ എന്ന് പറയുന്ന ഒരു പതിവുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, രാവിലത്തെ പ്രാർത്ഥന കട്ടിലിൽ വെച്ച് തന്നെ നടത്തുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തത് കൊണ്ടും, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അപകടത്തിന് സാധ്യത ഉള്ളതുകൊണ്ടും, പഠിക്കാൻ ബുദ്ധി വേണമെന്നുള്ളതുകൊണ്ടും ഞങ്ങൾ സ്കൂളിലോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കും. അപ്പൊ ദൈവം എനിക്ക് ബുദ്ധി തരുന്ന ദൈവമാണ്. 10ാം ക്ലാസ്സിന്റെ പരീക്ഷ ഇനിയിപ്പോ ഈ അടുത്ത 2 മാസങ്ങളിൽ അവിടെയുള്ള കുരിശൻ സൗധങ്ങളുടെ എല്ലാം മുമ്പിൽ അത്ഭുതകരമായി തിരിയിങ്ങനെ തെളിയും. ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. ഈ 2 മാസക്കാലമാണ് അത് ഉണ്ടാകും. പിന്നെ ആ റിസൾട്ട് വരുന്ന ആ ദിവസവും തിരിയിങ്ങനെ തെളിയും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാനൊരു യാത്രയിൽ ഒരു കുരിശൻ സൗധത്തിന്റെ അല്ലെങ്കിൽ കുരിശൻ മൂടിന്റെ
പുറകിൽ ഒരു പൈതൽ പോയി നിൽക്കുകയാണ്. അവൻ ആരും കാണുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പുറകിൽ പോയി നിൽക്കുക. ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയാണ് ഒരു ക്രിസ്തു സങ്കല്പം ഉണ്ടാക്കുക. ആ ക്രിസ്തു സങ്കല്പം വളരുകയാണ്. അതുകൊണ്ടാണ് പിന്നെ ജോലിക്ക് പോകാൻ നേരത്ത് ഒരു പ്രാർത്ഥനയുണ്ട്, എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ ചെങ്ങന്നൂർ വന്നാൽ കാണാം, എയർപോർട്ടിൽ പോകുമ്പോൾ ഒരു പ്രാർത്ഥന. എന്റെ സംശയം മുഴുവൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഒരു പ്രാർത്ഥനയുണ്ടോ എന്നുള്ളതാണ്. എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്തും നെടുമ്പാശ്ശേരിയുമാണല്ലോ നമുക്ക് പ്രിയപ്പെട്ടു. നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ വികാരി അച്ഛനെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോ എല്ലാരും വന്നു കെട്ടിപ്പിടുത്തമൊക്കെ കഴിയുമ്പോ അച്ഛൻ പറയുന്നു, നമുക്കെന്നാ 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. നിങ്ങൾ അച്ഛനെ നോക്കുന്ന നോട്ടവും രീതിയും വിവരിക്കേണ്ട കാര്യമില്ല. ഈ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് കയറിയാൽ പ്രാർത്ഥനയുണ്ടോ? എന്റെ സംശയം തിരുവനന്തപുരത്തോട്ടും നെടുമ്പാശ്ശേരിക്കും പോകുന്ന വഴിയിലേ ഉള്ളോ അപകടം, തിരിച്ചു വരുമ്പോൾ ഇല്ല. എന്റെ വലിയ സംശയമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ക്രിസ്തു സങ്കല്പമുണ്ട്. ദൈവം എനിക്ക് തരുന്നത്, ദൈവം എനിക്ക് നൽകുന്നത്, ദൈവം എന്നെ നടത്തുന്നത്, ദൈവം എന്നെ പുലർത്തുന്നത്, ദൈവം ഇങ്ങനെ തരുന്നതാണ്. സംശയമൊന്നുമില്ല. പക്ഷെ പ്രശ്നം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ ഈ പ്രാർത്ഥനകൾക്ക് താളക്കേട് സംഭവിക്കും, താളം തെറ്റും. നിങ്ങൾ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ ജോലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അത് കഴിഞ്ഞ് അവരുടെ വിവാഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവർക്ക് മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു, മക്കളുണ്ടായി കഴിയുമ്പോൾ അവരുടെ വളർച്ച ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം തരുന്നൊരു ദൈവത്തെ നാം ഇങ്ങനെ സൃഷ്ടിച്ചു വെക്കുമ്പോ ജീവിതത്തിന് മുൻപോട്ടുള്ള യാത്രയിൽ അവൻ എവിടെയെങ്കിലും ഒന്ന് തോറ്റുപോയാൽ, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ, 12ൽ തോറ്റുപോയാൽ, എൻട്രൻസിന് തോറ്റുപോയാൽ, IELTS കിട്ടാതെ വന്നാൽ, വിസ ക്യാൻസലായി പോയാൽ, ജോലി കിട്ടാതെ വന്നാൽ, പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോ എല്ലാം സ്വന്തമെന്ന് കരുതുന്നവർ ഒന്നുമല്ലാതായി തീരുന്ന നിമിഷങ്ങൾ, പ്രാണന്റെ പ്രാണനായി കൊണ്ടു നടന്നവർ കൈവിട്ടു പോകുന്നത് കാണുമ്പോ, സമ്പാദ്യങ്ങൾ, സ്വത്തുക്കൾ, ജീവിതം, ജോലി എല്ലാം നഷ്ടപ്പെടുമ്പോ, ഹൂ ഈസ് ക്രൈസ്റ്റ് ഫോർ യു? നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ക്രിസ്തു ആരാണെന്ന് ചോദ്യമുണ്ട്. തരുന്ന ഒരു ക്രിസ്തുവിനെ പറ്റിയുള്ള സങ്കല്പത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞിനോട്, നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളോട് തന്നെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ആരാണ് നിങ്ങൾക്ക് ക്രിസ്തു? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, കൊരിന്ത്യരോട് പറയുകയാണ്, അവൻ മരിച്ച് അടക്കപ്പെട്ട തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തിൻ പ്രകാരം അവൻ മരിച്ച് അടക്കപ്പെട്ട തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾ അവനെ ആദ്യമായി പ്രധാനമായി അവനെ സാക്ഷിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ അരികിലേക്ക് പോകുന്നത്, ദേവാലയത്തിലേക്ക് പോകുന്നത്, പള്ളിയിലേക്ക് പോകുന്നത്, വിശുദ്ധ പുസ്തകം വായിക്കുന്നത്, ദൈവസന്നിധിയിലായിരിക്കുന്നതോ, നോമ്പ് നോക്കുന്നത്, ഫോർ വാട്ട് പർപ്പസ്? എന്തിനാണ്? കുഞ്ഞേ, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവം. ജോലി നഷ്ടപ്പെട്ടാൽ, വീട് നഷ്ടപ്പെട്ടാൽ, കുടുംബം നഷ്ടപ്പെട്ടാൽ, ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാൽ,
നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും നിങ്ങൾ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു നിമിഷം, അവിടെ ഹു ഈസ് ക്രൈസ്റ്റ് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഇനിയും പള്ളിയിൽ പോകണോ എന്നാലോചിക്കുന്ന ചില നിമിഷങ്ങൾ, ഞാൻ ഇനിയും ഈ ദൈവത്തെ വിളിക്കണോ എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങളുണ്ടാവും. ഞാൻ ഇനിയും ഈ കുർബാനയിൽ പങ്കെടുക്കണോ എന്ന് ആലോചിക്കുന്ന നിമിഷങ്ങളുണ്ടാവും. ദൈവമേ, ഞാൻ ഇനിയും ഈ നോമ്പ് നോക്കണോ എന്ന് ചിന്തിക്കുന്ന നിമിഷമുണ്ടാവും. അവിടെയാണ് ആരുമില്ലെങ്കിലും ആരെല്ലാം കൈവിട്ടാലും ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും വിശ്വസിക്കുന്നത്, അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. No one has ever died for me. ആരും ഇന്നുവരെ എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ല, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ തലമുറകളോട് പറഞ്ഞു കൊടുക്കും, അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ 1 ലേഖനത്തിന്റെ 1 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലായിരിക്കേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലായിരിക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലായിരിക്കേണ്ടതിന് ദൈവം നിങ്ങൾക്ക് ജോലി തന്നതാണ്, ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകിയെന്നാണ്, ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ നൽകിയെന്നാണ്. അല്ല, ദൈവത്തിൽ പ്രത്യാശയും വിശ്വാസവും ഉണ്ടാകാൻ ദൈവം ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾ ഇത് വിശ്വസിക്കണം. ആരാണ് എനിക്ക് ക്രിസ്തു? 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എന്നെ അപകടത്തിൽ നിന്നോ, എന്നെ വലിയ വ്യാധിയിൽ നിന്നോ, എന്നെ വലിയ പ്രയാസങ്ങളിൽ നിന്നോ, എന്നെ വലിയ നൊമ്പരങ്ങളിൽ നിന്നോ, എൻ്റെ ഏകാന്തതകളിലോ എന്നെ രക്ഷിച്ചതല്ല. അതല്ല ബന്ധം. പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു എന്ന് വിശ്വസിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ, ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം അതാണ് എന്ന് പറയുവാൻ നമ്മൾക്കിടയാകണം. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 6 വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 6 വാക്യത്തിൽ തോമസ് ശ്ലീഹ പറയുന്നുണ്ട്, നമുക്കും അവനോടുകൂടെ മരിക്കേണ്ടതിന് പോകാമെന്ന് പറയുന്നു. വളരെ തിയോളജിക്കലായി വളരെ അർത്ഥമേറിയ ഒരു വാക്കാണ്. സാന്ദർഭികമായി പറഞ്ഞതാണ് നമുക്ക് കരുതാം, അല്ല. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 6 അധ്യായത്തിൽ പറയുന്നത്, 6 അധ്യായം 8 വാക്യത്തിൽ പറയുന്നത്, നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. അതാണ് ബിലീഫ്, അതാണ് വിശ്വാസം. അതാണ് തോമസ് ശ്ലീഹ നമുക്ക് കാണിച്ചു തരും. മരിക്കാം ക്രിസ്തുവിനോടൊപ്പം. ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും നിരാശകളും നൊമ്പരങ്ങളും ജീവിതത്തിലുണ്ട്. എനിക്ക് ക്രിസ്തു ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. വിശ്വാസത്തിന്റെ അടയാളം, വിശ്വാസത്തിന്റെ ആധാരം അടയാളങ്ങളല്ല, ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുമ്പോൾ, ക്രിസ്തു എന്റെ സങ്കല്പത്തിൽ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ, ആ ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾക്ക് വേണ്ടി, എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാണെന്ന് തിരിച്ചറിയുമ്പോൾ, എല്ലാ പ്രയാസങ്ങളുടെ മധ്യത്തിലും എല്ലാ സന്തോഷങ്ങളുടെ മധ്യത്തിലും നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്രിസ്തു സങ്കല്പം മാറേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി 6 അധ്യായം 60 വാക്യം എത്തുമ്പോഴേക്കും നാം തിരിച്ചറിയുന്നു, അവന്റെ ശിഷ്യന്മാരിൽ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ദിസ് ടീച്ചിങ് ഈസ് ഡിഫിക്കൾട്ട്. ഹു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്? ഹു ക്യാൻ ഹിയർ ഇറ്റ്? നിങ്ങളും പറയുന്നുണ്ട്, എൻ്റെ അച്ഛ ഇത് ഇച്ചിരി കഠിനമാണ്, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഇച്ചിരി പ്രയാസമാണ്. വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതൊക്കെ കിട്ടുന്നതല്ലേ നമുക്കും ഒരു സന്തോഷം. 6 അധ്യായത്തിന്റെ 60 വാക്യത്തിൽ പറയുകയാണ്, അവന്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഇത് കഠിനമാണ്. എന്ത് പറഞ്ഞപ്പോഴാണ് അവർ കഠിനമാണെന്ന് പറഞ്ഞതെന്നറിയാം?
6-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ അവർ പറയുന്നുണ്ട്, നമുക്ക് തന്റെ മാംസം തിന്നുവാൻ തരുവാൻ ഇവന് എങ്ങനെ കഴിയും? യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്ന അപ്പത്തേക്കാൾ വലിയൊരപ്പം തരികയാണ്, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും, അവന് നിത്യജീവൻ ഉണ്ടാകും. അവരാണ് ചോദിക്കുന്നത്. ഇത് കഠിനവാക്ക്. വിശുദ്ധ കുർബാനയെ പറ്റി വളരെ വളരെ വിസ്താരപൂർവം പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ്. വിശുദ്ധ കുർബാനയുടെ ദർശനം വികലമായി പോയി യഹൂദന്മാർ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് ഇച്ചിരി കഠിനമാണ്. അങ്ങനെ കഠിനമാണെന്ന് പറഞ്ഞവർ 6-ാം അധ്യായം 66-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. വിശുദ്ധ കുർബാനയുടെ പൊരുള് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാതെ പോയ ആളുകൾ യേശുവിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റാതെ പിൻവാങ്ങിപ്പോയി. ഇത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. 8 നോമ്പിൽ എനിക്കൊരു പള്ളിയിൽ ചുമതല കിട്ടി. ഞാൻ പഠിക്കുന്ന കാലത്താണ്. ഞാൻ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് ഒരു 8 ദിവസത്തേക്ക് ഒരു പള്ളിയുടെ ചുമതല. 8 ദിവസം കുർബാന ചൊല്ലുമ്പോൾ ഒരു ഞായറാഴ്ച വരും 8 നോമ്പിൽ. ആ ഒരു ഞായറാഴ്ച വിദേശത്തു നിന്നുള്ള ഒരു അച്ഛൻ വന്നു. അച്ഛന് 6.25 അടി ഉയരമുണ്ട്. അപ്പോൾ ഊഹിക്കാൻ പറ്റും ഞാനും അച്ഛനും തമ്മിലുള്ള അന്തരം എന്താ. അച്ഛൻ്റെ കുർബാന വളരെ മനോഹരമാണ് എന്ന് പറഞ്ഞാൽ നല്ല സംഗീതജ്ഞനാണ്. അതുകൊണ്ട് പാട്ടൊക്കെ ചൊല്ലി വളരെ ഇമ്പമേറിയ പാട്ടായിട്ടൊക്കെയാണ് പോകുന്നത്. ഊത്തമ്മയൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്, വൈറലാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 9:30 ആകുമ്പോഴേ നമുക്ക് സൈൻ കിട്ടി തുടങ്ങും. 10 മണിയാകുമ്പം അച്ഛൻ തലയിൽ കൈവെക്കണം. 10:01 ആയാൽ പഞ്ചിയിൽ പൈസ വീഴും, തലയിൽ കൈവെക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അച്ഛൻ ചൊല്ലിയതും നീട്ടിയതും കുറുക്കിയതും എല്ലാം കൊണ്ടും മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവരും ചേർന്ന് വന്നപ്പോഴത്തേക്കും ഇച്ചിരി നീണ്ടുപോയി. എന്നാൽ ശിങ്കാരിമേളത്തിന്റെ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് പറ്റത്തില്ലല്ലോ ഞായറാഴ്ച രാവിലെ. ഞാൻ കല്ലറയിൽ ധൂവപ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു കൊച്ചുമകനെയും കൊണ്ട് കടയിൽ പോയി മസാല ദോശ കഴിച്ചിട്ട് അപ്പച്ചൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ കൊച്ചൻ പറഞ്ഞത് കേട്ടോ? ഞാൻ പറഞ്ഞു കേട്ടില്ല, പറയൂ, കേൾക്കാനുള്ള ആകാംക്ഷയുണ്ട്. ആ കൊച്ചൻ പറഞ്ഞു, അച്ഛൻ ഈസ് ലോങ് ബട്ട് കുർബാന ഈസ് ടു ലോങ്. അച്ഛന് നല്ല നീളം ഉണ്ടായിരുന്നു, കുർബാനയ്ക്ക് അതിനേക്കാൾ ഭാഗ്യം ഞാൻ ചൊല്ലാതിരുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തെ പറ്റി, അതിന്റെ ആഴത്തെപ്പറ്റി, അതെന്താണെന്നുള്ള ബോധ്യത്തെപ്പറ്റി നമുക്കിപ്പോഴും തിരിച്ചറിവില്ല. നമ്മുടെ പ്രശ്നം അവിടെയാണ്. രാവിലെ ആരാധനയ്ക്ക് പോകുമ്പോ അച്ഛൻ തുടങ്ങട്ടെ, ഞങ്ങൾ എത്തിക്കൊള്ളാം. 3 നോമ്പ് വലിയ കുഴപ്പമൊന്നുമില്ല, 3 ദിവസമേ ഉള്ളൂ. 15 നോമ്പ് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ക്ലച്ച് പിടിച്ചു വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം, അതെന്നാ തുടങ്ങുന്നതെന്നോ എന്നാ അവസാനിക്കുന്നതെന്നോ ഇപ്പോഴും കൺഫ്യൂഷനാണ്. അച്ഛന്മാരോട് ചോദിച്ചാൽ പെട്ടെന്ന് അവരും പതറിപ്പോവും. കാരണം അതിനങ്ങനെ കൃത്യമായിട്ടൊരു ഡേറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾ അങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തിട്ടില്ല. ആ നോമ്പിന് നമ്മളൊരു ഡേറ്റ് കൊടുത്തിട്ടില്ല. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തെ പറ്റി പറയുമ്പോ, വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിന് കുഞ്ഞുങ്ങളെ ഒരുക്കി വിടണം, നാം തന്നെ ഒരുങ്ങണമെന്ന് പറയുമ്പോ നമ്മൾ പറയുന്നത് കുഞ്ഞിനെ രാവിലെ ഒന്നും കുടിക്കാതെ അങ്ങോട്ട് വിട്ടാൽ അവൻ തലകറങ്ങി വീഴാനുള്ള സാധ്യതയുണ്ട്. ശരിയാണ്. എൻ്റെ അച്ഛൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കൊച്ചങ്ങനെ താഴെ വീണ പിന്നെ നമ്മൾ പിന്നെ അതിന്റെ പുറകിനെ പോണ്ടേ? പറഞ്ഞു കൊടുക്കണം. 108 109 വിളിച്ചാൽ മോനെ സൈറനിട്ട് ഒരു സാധനം വരും, നിന്നെ അതിൽ കയറ്റിയിരുത്തി കൊണ്ടുവിടും. ഇന്ന് വരെ ഒരു നേരം പട്ടിണി കിടന്നിട്ട് മരിച്ചുപോയ ആരും ലോക ചരിത്രത്തിൽ ഇല്ല. നിങ്ങളത് വിശ്വസിക്കണം. We are concerned about our body. നമ്മൾ നമ്മുടെ ശരീരങ്ങളെ പറ്റി വല്ലാതെ ഉത്കണ്ഠയുള്ളവരാണ്. പക്ഷെ ദൈവത്തിന്റെ ശരീരത്തെ പറ്റി
ഒരു ഉത്കണ്ഠയും നമുക്കില്ല. നമ്മൾ ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുന്നില്ല, അവനെ പറ്റി അറിയുന്നില്ല, അവനെ മനസ്സിലാക്കുന്നില്ല, ഒരു കരുതലുമില്ല. അതുകൊണ്ട് ശരീരം, സ്വന്തം ശരീരം, ഫ്രീസറിൽ ഇരിക്കേണ്ട ഈ ശരീരം, മണ്ണോട് മണ്ണ് ചേരേണ്ട ഈ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും, പ്രോട്ടീന്, കൊളസ്ട്രോള്, ഷുഗർ, BP, അത് ഇത് എന്തെല്ലാം കാര്യങ്ങളാണ്, അതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ശരീരമാണെന്ന് കരുതരുത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? എൻ്റെ കർത്താവിൻ്റെ തിരുശരീരമാണ്. കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കണം, നീ അവിടെ തലകറങ്ങി താഴെ വീണോട്ടെ. നമുക്ക് അത് പറ്റുകയില്ല. കാരണം നമ്മുടെ ജീവിതം അങ്ങനെയായിപ്പോയി. അതുകൊണ്ട് ലീസ്റ്റ് ബോധേഡ്, വി ആർ ലീസ്റ്റ് ബോധേഡ്. ഈ സഭയുടെ പാരമ്പര്യത്തിൽ ദൈവം നമുക്ക് കൈപിടിച്ചു തന്ന, പിതാക്കന്മാർ നമുക്ക് പകർന്നു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. തിരുമേനി സൂചിപ്പിച്ചല്ലോ, 4 പേർ ചേർന്നൊരു ദേവാലയം പണിതത്. അവർ ദേവാലയം പണിതത് അവന്റെ ശരീര രക്തങ്ങളുടെ ആഘോഷം അത് കാണാൻ വേണ്ടിയിട്ട്. അല്ല പാട്ടും പാടി പ്രാർത്ഥിച്ച വേദോസ്തവം വായിച്ച് വിട്ടുപോയാൽ മതിയായിരുന്നു. പക്ഷെ അതല്ല, എൻ്റെ കർത്താവിന്റെ ശരീരവും രക്തവും അത് എനിക്ക് വേണം എന്ന ഒരു ഒരുക്കം, ഒരു തയ്യാറെടുപ്പ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഇതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കമോ, അതിനു വേണ്ടിയുള്ള ഒരു അഭിനിവേശമോ, അതിനു വേണ്ടിയുള്ള ഒരു താല്പര്യമോ ഇല്ലാതെ പോകും. ദൈവത്തിന്റെ ജനമേ, കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തവും അതെങ്ങനെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചിന്തിച്ച് വിഷമിച്ചു പോയവർ, അവരെ പറ്റിയാണ് 6-ാം അധ്യായം 66-ാം വാക്യത്തിൽ പറയുന്നത്. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. അപ്പോഴാണ് ശിഷ്യന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു, പലരും നൈസായിട്ട് സ്കൂട്ടായി. പേരറിയാവുന്നവർക്ക് പോകാൻ പറ്റത്തില്ല. ഈ അച്ഛന്മാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തിരുമേനിയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പെട്ടെന്ന് പറ്റത്തില്ല. നൈസായിട്ട് ബാക്കിയുള്ളവര്, പേര് പറയാത്തവരെല്ലാം രക്ഷപ്പെട്ടു. 12 പേർ പെട്ടുപോയ അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്കും പോണമെങ്കിൽ പോകാം. അവിടെ ശീമോൻ പത്രോസ് ഉടനെ മറുപടി നൽകിയാൻ, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ. കുറച്ചു ദിവസം മുമ്പാണ് ആ പുള്ളിക്കാരൻ ചോദിച്ചത്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? യു സീ ദ ഡിഫറൻസ്. വിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യം പരിശുദ്ധനായ പത്രോസ്ലീഹ മനസ്സിലാക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഇപ്പോ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടും. നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും. ഏത് അയ്യൽസവാസായി എവിടെ പോയാലും ലോകമുരുണ്ടതായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ദുബായി ആയിരുന്നു ഒരു കാലത്ത്, പിന്നെ കാനഡയ്ക്ക് പോയി, പിന്നെ അയർലൻഡിന് പോയി, ഇംഗ്ലണ്ടിൽ പോയി. പക്ഷെ അവിടെയൊക്കെ ചൂടാന്നും പറഞ്ഞാണ് ഓസ്ട്രേലിയക്ക് ഇപ്പൊ പറക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചെല്ലാവരും വരും. ഒത്താലൊന്ന് പറക്കണം, എല്ലാവർക്കും പറക്കണം, എല്ലാവരും പോകണം. പക്ഷേ പരിശുദ്ധനായ പത്രോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഈ തിരിച്ചറിവാണ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകും. ദൈവജനമേ, ദൈവത്തിന്റെ അരികിലേക്ക് വരുമ്പോ ദൈവം നമ്മോട് ചോദിക്കും, നിങ്ങൾക്ക് എൻ്റെ കൂടെ തുടരാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തോടൊപ്പം സഞ്ചരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി കരയുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തോടൊപ്പമായിരിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, ശിഷ്യന്മാർ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ. നമ്മുടെ തലമുറകൾ ദൈവത്തോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. അവന്റെ ശരീരവും അവന്റെ രക്തവും അനുഭവിക്കുക, അതിനായി ഒരുക്കുക, ഇതിന് താല്പര്യം ഉണ്ടാകുക, അതിൽ പങ്കെടുക്കുക. നോമ്പ്, ഉപവാസ, നമസ്കാരങ്ങളിലൂടെ അവന്റെ സന്നിധിയിലേക്ക് ചെന്ന വിശുദ്ധ ബലി, അതിന്റെ അനുഭവത്തിന്റെ അതിൽ ഉൾക്കൊണ്ട് അതനുഭവിച്ച് മുൻപോട്ട് പോവുക. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത എല്ലാവർക്കും തിരിച്ചു പോകേണ്ടി വരും. നമ്മൾക്കും സമയമായതുകൊണ്ട് നിർത്തുകയാണ്. ഞാൻ എൻ്റെ വാചകങ്ങൾ ഇച്ചിരി എളുപ്പത്തിൽ പറഞ്ഞു പോയത് സമയ ചുരുക്കം കൊണ്ടാണ്. കർത്താവിൻ്റെ അരികിലേക്ക് വരുന്ന എല്ലാവരോടും കർത്താവ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ഡു യു വിഷ് ടു ഗോ അവേ? നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? കാരണം ക്രിസ്തുവിനെ പറ്റിയുള്ള എൻ്റെ വിശ്വാസത്തിന്റെ ആധാരം തെറ്റിപ്പോയി, വിശ്വാസത്തിന്റെ ആധാരം വികലമായി പോയി. അത് അടയാളങ്ങളാണെന്ന് ചിന്തിച്ചു. അടയാളങ്ങളല്ല, അത് ക്രിസ്തുവാണ്. പക്ഷെ ക്രിസ്തുവിനെ പറ്റിയുള്ള സങ്കല്പം തെറ്റിപ്പോയി. എൻ്റെ ക്രിസ്തു ആരാണ്? എൻ്റെ ക്രിസ്തു എൻ്റെ വേദനകളിൽ, എൻ്റെ ദുഃഖങ്ങളിലും ഞാൻ ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒന്നാണ്. കാരണം അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടവനാണ്, അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനാണ്. അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ ക്രിസ്തു എനിക്ക് നൽകിയത് വിശുദ്ധ കുർബാന, അവന്റെ ശരീരവും രക്തവുമാണ്. അത് എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കണം. പക്ഷെ അത് ചേർത്ത് വെക്കാൻ കഴിയാത്തവരെല്ലാം പിൻവാങ്ങിപ്പോവുകയും അല്ലാത്തവർ അവനോട് ചേർന്ന് നിൽക്കുകയും മരണം വരെ ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ദൈവസന്നിധിയിലേക്ക് വരുമ്പോ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 67-ാം വാക്യം നാം ഒന്നുകൂടെ ആലോചിക്കുകയും ദൈവത്തോട് ചേർന്ന് നടക്കാൻ നമുക്ക് പൂർണ്ണമായി താല്പര്യമുണ്ടോ എന്ന് വിശകലനം ചെയ്യുകയും അതിന് ഇടയാകുകയും ചെയ്യണം. ഈ നോമ്പിലൂടെ, ഈ സുവിശേഷ യോഗങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് യോഗ്യരാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിലുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ